ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർമേഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ ഒരു സ്റ്റഡിയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ ഒരു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ 11 പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചു. ടീനേജേഴ്സിൻ്റെ ഇടയിലായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് സാക്ഷ്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് യൗവനക്കാർ കർത്താവിനെ അറിഞ്ഞു. ഒരുപാട് ബന്ധപ്പാടായിരുന്നു. ഒരു ദിവസം ചിലപ്പോൾ 2-3 പ്രാവശ്യമാണ് പ്രസംഗിക്കേണ്ടത്. എനിക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ എല്ലാ സെഷനും എടുക്കേണ്ടി വന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ഞാൻ സാറായിക്കൊരു മെസ്സേജ് ചെയ്ത് പറഞ്ഞു, ഞാൻ ഈ ടീൻസ് മിനിസ്ട്രി ഒക്കെ നിർത്തി ഇനി ഇച്ചിരി യൂത്തും പിന്നെ അഡൾട്ട്സിലേക്കൊക്കെ ഒന്ന് ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് 3-ാമത്തെ ദിവസമൊക്കെ ഞാനൊരു മെസ്സേജ് അയച്ചു. എന്നാൽ ഇപ്പോൾ അവസാനത്തെ ദിവസത്തെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നാൾ അത് തുടരണമെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ തോന്നി. കാരണം ആ ഏരിയയിൽ പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ, ടീനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ ശുശ്രൂഷകൾ വളരെ കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വി നീഡ് ടു ക്യാച്ച് ദം യങ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്സ് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലുള്ള ചിലരെയൊക്കെ കാണാൻ സാധിച്ചു. ഫിലിപ്പങ്കളിനെ കാണാൻ സാധിച്ചു. വലിയ സന്തോഷം. എന്നാൽ ഒരുപാട് പേരെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. പക്ഷെങ്കിൽ നമുക്ക് ഒന്ന് ശ്വാസം വലിക്കാൻ നേരമില്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ടതുമായിട്ട് വന്നു. ഇനിയും വരുന്ന ദിവസങ്ങൾ നോൺ സ്റ്റോപ്പാണ്. ഡിസംബർ 22 വരെ ഞാൻ നിലം തൊടാതാണ് ഓടുന്നത്. നിങ്ങളുടെ പ്രത്യേകതരമായ ഒരു പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്. വളരെ വളരെ തിരക്കേറിയ കുറച്ച് കാലം എങ്ങനെ ചെയ്തെടുക്കുമെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കും. എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അതിലാശ്രയിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാമത്തെ സെഷനാണ്. സെഷൻ 6, 3-ാമത്തെ അധ്യായം, ദ ഹീലിംഗ് ഓഫ് ദ ലേം മാൻ. ആ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ. അപ്പോൾ ഒരു വലിയ രോഗസൗഖ്യത്തിൻ്റെ അത്ഭുതം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ പത്രോസിൻ്റെ 2-ാമത്തെ പ്രസംഗം കൂടെ വളരെ ആഴത്തിൽ പഠിക്കാനും ആഗ്രഹിക്കുന്നു. എനിക്ക് ഇതിന് ശേഷം കൊച്ചിയിൽ പോകേണ്ടതുണ്ട്. എനിക്ക് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2-3 എടുക്കും. അതിനുശേഷം ഞാനങ്ങ് പോകും. നമുക്ക് അടുത്ത പ്രാവശ്യം Q&Aക്ക് കുറച്ചുകൂടെ സമയം എടുക്കാം. ഉണർവ് ടെൻറ്റ്, കൊച്ചിയിലുള്ള ടെൻറ്റ് എല്ലാ 3rd സൺഡേയും നടത്തി വരുന്നു. അതുകൊണ്ട് അത് ഇംഗ്ലീഷിലാണ്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിടണം. ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ സ്ഥലം പോരാതെ വണ്ണമാണ് ആളുകൾ ഇപ്പോൾ കൂടുന്നത്. എങ്കിലും ഇംഗ്ലീഷിലൊരു വേർഷിപ്പ് ആൻഡ് വേർഡ്, നമുക്കൊരു പ്രത്യേക ഗസ്റ്റ് ഉണ്ട് നാളെ നവീൻ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് സ്റ്റാൻഡപ്പ് കൊമീഡിയനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് ആ സ്നേഹത്തിലായതിനു ശേഷം കർത്താവിൻ്റെ വചനത്തിൽ വേരൂന്നി എൻ്റെ ബൈബിൾ സ്റ്റഡിയൊക്കെ അദ്ദേഹം അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം ആയിരിക്കും നമ്മുടെ നാളത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. അതിനുശേഷം ഞാൻ വചനത്തിൽ നിന്ന് സംസാരിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. എപ്പോഴെങ്കിലും 3rd സൺഡേ അവന്യൂ സെൻറ്ററിലായിരിക്കും ഈ കമ്മിങ് നാളത്തെ മീറ്റിംഗ്. അവന്യൂ സെൻറ്റർ, പനമ്പള്ളി നഗർ, 5:30. നേരത്തെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് കൊച്ചിയിൽ ദൈവത്തിൻ്റെ കരുണയാൽ ഇങ്ങനെ ചില ഓപ്പർച്യൂണിറ്റീസും അവന്യൂസും വെന്യൂസും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് സ്ഥിരമായ ഒരു വെന്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇവിടുന്ന് മുഴുവൻ ആളുകൾ ട്രാവൽ ചെയ്താണ് ഇത് മുഴുവൻ സെറ്റപ്പ് ആൻഡ് ടെയർ ഡൗൺ ചെയ്യുന്നത്. വളരെ പ്രയാസമാണ്. എങ്കിലും വചനത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ, ആ വിശപ്പോടെ ഒരുപാട് പേര് വരുന്നത് കാണുമ്പോൾ നമുക്കത് ചെയ്തേ മതിയാവും. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വാതിലുകളും വഴികളും തുറക്കാൻ പ്രാർത്ഥിക്കണം. ഈ നാളത്തെ നമ്മുടെ സ്ഥലം ചാണ്ടിച്ചനങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നാളെ അത് ധൈര്യമായിട്ട് ചെയ്യാം. അതുപോലെ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ടീനേജേഴ്സിന് ഒരു ക്യാമ്പ്, ഡേ ക്യാമ്പ്, താമസിക്കുന്നില്ല, ഡേ ക്യാമ്പ് തിരുവല്ലയിൽ, സ്ലിംഗ് ഷോട്ട്. കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് 3 days, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 and 2. അതും ഇംഗ്ലീഷിലായിരിക്കും. ഒരു ഹൈ എനർജി ക്യാമ്പ് ആയിരിക്കും. യൂത്ത്സിന് വന്ന് പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും നല്ല കുറേ മ്യൂസിക് ആൻഡ് ആക്ടിവിറ്റീസ് കാണും. സ്പെഷ്യൽ ഗസ്റ്റ് കുറച്ച് പേരുണ്ട്. വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു 3 days ആണ്. തിരുവല്ലയുടെ അടുത്ത് താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ വരാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ടീനേജേഴ്സ് 13 to 20, അതാണ് ഏജ് ഗ്രൂപ്പ്. 13 മുതൽ 20 വയസ്സ് വരെ ഉള്ള ടീനേജേഴ്സിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ വരിക. ഓക്കെ,
അത് പെട്ടെന്ന് അനൗൺസ്മെന്റ്സ് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്, നമ്മുടെ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ നമുക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ എന്താണ്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലാണ് ഔട്ട്ലൈൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. എന്താണ് ഔട്ട്ലൈൻ? 1-ാമത്തെ അധ്യായം ശിഷ്യന്മാരുടെ ഒരുക്കം. 2-ാമത്തെ അധ്യായം യെരുശലേമിലുള്ള സഭ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. ആദ്യം അവരെവിടെയാണ്? യെരുശലേമിൽ. ആദ്യം അവരെവിടാണ് സാക്ഷികൾ? യെരുശലേമിൽ. ആദ്യത്തെ സഭ എവിടാ തുടങ്ങുന്നത്? യെരുശലേമിൽ. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം, അതിനുശേഷം ആദ്യത്തെ കൂട്ടായ്മ. ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത് ഒരു വിധത്തിൽ അങ്ങനൊരു അത്ഭുതം. സഭ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ അത്ഭുതം, അതിനുശേഷം പത്രോസിന്റെ പ്രസംഗവും. അതായിരിക്കും ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള വിഷയം. ഓൾറൈറ്റ്, നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സസ് 1-3. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നു കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ ഇവിടെ പതിവായി നടന്ന ഒരു കാര്യം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പെട്ടെന്നൊന്ന് പറഞ്ഞ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പത്രോസും യോഹന്നാനും കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം അവരെങ്ങോട്ടാ പോയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ ദൈവാലയത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അവർ വേറെ എങ്ങും അല്ല പോയിരിക്കുന്നത്. അവർ ദിനം പ്രതി വീട് തോറും കൂടിയെന്നുള്ളത് ശരി, പക്ഷെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവരെവിടാ കൂടിയത്? യെരുശലേമിൽ തന്നെ കൂടിയത്. അപ്പോൾ ഒരു 3 മണി സമയം എന്ന് വെച്ചോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾ കൂടുന്ന ഒരു സമയമാണ്, ആൾക്കൂട്ടങ്ങളുടെ ഒരു സമയമാണ്. കാരണം ഈ 9-ാം മണി എന്ന് പറയുന്ന ഒരു 3 PM, ആ സമയത്ത് സാക്രിഫൈസിന്റെ യാഗം നടക്കുന്ന സമയമാണ്. ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. ആ ആളുകൾ കൂടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മുടന്തനായ മനുഷ്യൻ അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രസകരമായ കാര്യം, യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായി കഴിഞ്ഞ ഈ ശിഷ്യന്മാർ വീണ്ടും ഇതേ ദൈവാലയത്തിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾ ഒരു നിമിഷം എൻ്റെ കൂടെ ചിന്തിക്കണം. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ തരികയാണ് ഈ ഒരു ഇൻഫർമേഷൻ. അവർ ദൈവാലയത്തിൽ പോകുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവർ കർത്താവിനെ അറിയുന്നവരാണോ? അവർ ക്രിസ്ത്യാനികളാണോ? അല്ല. ഒരുപക്ഷെ ഒരുപാട് പേരും ക്രിസ്ത്യാനികളല്ല. അവർ ആരാധിക്കുമ്പോൾ, യഹോവയെ ആരാധിക്കുന്നു, സിനഗോഗിൽ പോകുമ്പോഴും ചുറ്റുമുള്ളവർ കർത്താവിനെ ആരാധിക്കുന്നവരല്ല. എങ്കിലും അവരവിടെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം എവിടെ സാക്ഷിക്കേണ്ടത്? നിങ്ങളുടെ യെരുശലേമിൽ, സിനഗോഗിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ചിലപ്പോൾ പെട്ടെന്ന് വിടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ആദ്യം സാക്ഷിയാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുശേഷമാണ് ശമരിയയിലേക്ക് എന്നുള്ളത് നാം മറക്കരുത്. അപ്പോൾ ഈ മുടന്തനായ മനുഷ്യൻ അവിടെ വരുന്നതിൻ്റെ ഒരു കാരണം, ഒരുപാട് റിലീജിയസ് പീപ്പിൾ, കാരണം ഭിക്ഷ കിട്ടുമെന്ന് അവൻ അറിയാം. അവൻ മിടുക്കനാണ്. ആലയത്തിലേക്ക് പോകുമ്പോൾ കണ്ണടച്ചു പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭിക്ഷ കൊടുക്കാൻ ലീഗലിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ചുറ്റും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് മുടന്തനായ ആ ഭിക്ഷക്കാരൻ അവിടെ വന്ന് ഭിക്ഷ ചോദിച്ചത്. എന്നാൽ ഈ യോഹന്നാനെയും പത്രോസിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തേക്ക് ഇവൻ നോക്കിയതിൻ്റെ കാരണം, ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ഫേസ് ഉണ്ട്. ചിലരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പം ഭിക്ഷ യാചിക്കത്തേയില്ല. എൻ്റെ ഭാര്യ എപ്പോഴും ചോദിക്കും, ഈ ആളുകൾ ഹെൽപ്പ് ചോദിക്കുമ്പം എന്താ അച്ചാടെടുക്കൽ എപ്പോഴും വരുന്നതെന്ന്. ഞാൻ എവിടെയെങ്കിലും വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭിക്ഷ ചോദിക്കുന്ന ആൾ നേരെ എൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. അപ്പം ഞാൻ പറയും, എൻ്റെ മുഖം കണ്ടാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഇവർക്ക് അറിയാം. ചിലരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു നോ ഫേസാ, അല്ലേ? ചിലരോട് നമ്മൾ സംസാരിക്കുന്നതാണ്, നമ്മൾ അവരോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴേ നമുക്കറിയാം ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഒരു യെസ് ഫേസ് അല്ല. എന്നാൽ ഈ പത്രോസും യോഹന്നാന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കറിയാം ഒരു യെസ് ആണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാധനയ്ക്കായി കടന്നു പോകുന്ന പത്രോസും യോഹന്നാനും ഇടയിൽ അവരുടെ ആ ഒരു പാത തടഞ്ഞു നിർത്തി അവർക്കൊരു തടസ്സം ഉണ്ടാകുകയാണ്, ഒരു ഇൻറ്ററപ്ഷൻ ഉണ്ടാകുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ അജണ്ടയിൽ
ഇന്ററപ്ഷൻസ് ദൈവം കൊണ്ടുവരുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. കാരണം അവർ സാധാരണ ഒരു ദിവസം ആരാധനയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നു. എന്നാൽ ആ തടസ്സത്തിലൂടെയാണ്, ആ ഒരു ഇന്ററപ്ഷനിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടുന്നു, വലിയ അത്ഭുതം നടക്കുന്നു. ആ അത്ഭുതത്തിലൂടെ പത്രോസ് പ്രസംഗിക്കുന്നു. പ്രസംഗം നിമിത്തം 5000 പേര് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. അപ്പോൾ ലൈഫ്സ് ഇന്ററപ്ഷൻസ് ക്യാൻ ബി ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ഞാനിപ്പോൾ ചർച്ചിലേക്ക് പോവുകയാണ്, ഒന്നും എന്നെ തടസ്സപ്പെടുത്തരുത്. എന്നാൽ ചിലപ്പോൾ ദൈവം അനുവദിക്കുന്ന ചില തടസ്സങ്ങളാണ് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുന്നതെന്ന് മറക്കരുത്. സോ വി നീഡ് ടു വെൽക്കം ഇന്ററപ്ഷൻസ് ബിക്കോസ് ഗോഡ് ഹാസ്. ഒരുപക്ഷെ അന്ന് ആ തടസ്സം വന്നില്ലായിരുന്നെങ്കിൽ, ഇപ്പം ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ, ഇപ്പോഴാണോ ഈ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്, ഇപ്പോഴാണോ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് പത്രോസ് യോഹന്നാനും അജണ്ട അനുസരിച്ച് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അവരത് ചെയ്യാതെ അവിടെ സെൻസിറ്റീവായിട്ട് നിന്നതുകൊണ്ട് 5000 പേര് ദൈവസഭയോട് ചേർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഇന്ററപ്ഷൻ വരുന്നതിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ദൈവനാമം ഈ തലത്തിൽ വെളിപ്പെടുന്നത്. മറക്കരുത്. ഇതൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് അത്ഭുതത്തിലേക്ക് നോക്കാം. ഈ അത്ഭുതത്തിൽ നടന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം ചെയ്യും. എന്നാൽ അത്ഭുതത്തിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ ഡീപ്പായിട്ടുള്ള സത്യങ്ങൾ ഈ ചെറിയ കാര്യങ്ങളിലുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, അമ്മയുടെ ഗർഭം മുതൽ മുടന്താനായവനാണ്. ഹീസ് എ ബോൺ ക്രിപ്പിൾ. ഇടയിൽ വെച്ച് മുടന്തനല്ല, അവൻ അമ്മയുടെ ഗർഭത്തിൽ തന്നെ മുടന്തനാണ്. എവിടാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം? ആലയത്തിൻ്റെ തൊട്ടുപുറത്ത്, വെരി ക്ലോസ് ടു ദ ടെമ്പിൾ ആൻഡ് യെറ്റ് ലേം. എന്ന് പറഞ്ഞാൽ ആലയത്തിൻ്റെ തൊട്ടടുത്താണ്, പക്ഷെങ്കിൽ അവൻ മുടന്തനാണ്. ജീവിതത്തിൽ വൈകല്യമുണ്ട്. എവിടാ പക്ഷെ താമസം? ആലയത്തിൻ്റെ തൊട്ടടുത്ത്. ഇന്ന് അനേക ആളുകൾ അങ്ങനെയാണ്. ആലയത്തിൻ്റെ അടുത്താണ് താമസം, ആലയത്തിനോട് ചേർന്നാണ് ജീവിതം, പക്ഷെങ്കിൽ ജീവിതത്തിൽ ഇപ്പോഴും മുടന്തുണ്ട്, ജീവിതത്തിൽ ഇപ്പോഴും കുറവുകളുണ്ട്, ജീവിതത്തിൽ ഇപ്പോഴും വൈകല്യങ്ങൾ നിറഞ്ഞ ജീവിതം. എ ക്രിപ്പിൾ ലൈഫ് ഈവൻ ദോ യു ആർ ക്ലോസ് ടു ദ ടെമ്പിൾ. അനേകരുടെ ജീവിതമായത് കേട്ടോ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗർഭം മുതൽ മുടന്തനായ ഈ മനുഷ്യൻ, ഹി വാസ് എ ബോൺ ക്രിപ്പിൾ ആൻഡ് യെറ്റ് എക്സ്പീരിയൻസസ് എ മിറക്കിൾ. അതുകൊണ്ട് ചിലർ പറയും, ഐ എം ബോൺ ദിസ് വേ. അല്ലേ? ഇന്ന് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത്, എനിക്ക് ഭയങ്കര മുൻകോപം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത്? എൻ്റെ അപ്പനും മുൻകോപിയായിരുന്നു. ചിലർ പറയും, എനിക്ക് സ്വർഗ സ്നേഹമാണ് നോർമൽ എൻ്റെ അട്രാക്ഷൻ, ഐ വാസ് ബോൺ ദിസ് വേ. ഇനി എന്ത് നിങ്ങൾ പറഞ്ഞാലും, യു മൈറ്റ് ബി ബോൺ ദാറ്റ് വേ, ബട്ട് കൻ ഐ ടെൽ യു, യു നീഡ് ടു ബി ബോൺ അഗെയിൻ. നീ വീണ്ടും ജനിക്കണം. എങ്ങനെ ജനിച്ചു എന്നുള്ളതല്ല, അതിനുള്ള എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളതല്ല. വീണ്ടും ജനിക്കുമ്പോൾ ഇതെല്ലാം മറയ്ക്കുന്ന, ഇതെല്ലാം ശുദ്ധീകരിക്കുന്ന, ഇതെല്ലാം മാറ്റുന്ന ഒരു അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് വേ യു ആർ ബോൺ, യു ആൻഡ് ഐ മസ്റ്റ് ബി ബോൺ അഗെയിൻ. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അമ്മയുടെ ഗർഭം മുതൽ ഇങ്ങനെയാണ് ജനിച്ചത്, ശരിയാണ്, പക്ഷെ വീണ്ടും ജനനം പ്രാപിക്കണം. ആലയത്തോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ, വീണ്ടും ജനനം പ്രാപിക്കണം. യു നീഡ് ടു ബി ബോൺ അഗെയിൻ. അതാണ് ഒന്നാമത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എങ്ങനെ ജനിച്ചു? ഒരു പക്ഷേ ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. യു മൈറ്റ് ബി സ്ട്രഗ്ലിംഗ് വിത്ത് ഇഷ്യൂസ് ദാറ്റ് യു ആർ ഒരു പക്ഷേ നിങ്ങൾ ജനിച്ചപ്പോൾ തുടങ്ങിയുള്ള ചില സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങൾ കാരണമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം കാരണമായിരിക്കാം. എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയട്ടെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അത്ഭുതം എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ചെയ്യും. 2, ലുക്കിംഗ് വിത്ത് എക്സ്പെക്റ്റേഷൻ. എന്താണ് എക്സ്പെക്റ്റേഷൻ? ഈ മുടന്തുള്ളവൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? കുറച്ച് കാശ് കിട്ടുക എന്നുള്ളതാണ്. അവനെ സംബന്ധിച്ച് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഭിക്ഷ യാചിക്കാൻ, എനിക്ക് വേണ്ടിയത് ഭിക്ഷ. അതുകൊണ്ട് എനിക്ക് 100 രൂപയുടെ പകരം 500 രൂപ കിട്ടിയാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് എനിക്ക് ലഭിച്ചു. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പത്രോസും യോഹന്നാനും ഈ മുടന്തനെ നോക്കിയിട്ട് പറയാ,
നീ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യം ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെങ്കിൽ അതിനപ്പുറമായ ഒരു കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഐ ഡോണ്ട് ഹാവ് വാട്ട് യു ആർ ആസ്കിങ് മീ, ബട്ട് ഐ ഹാവ് സംതിങ് മോർ. 500 രൂപ കൊടുത്താൽ അവന് തൽക്കാലത്തേക്കുള്ള അവൻ്റെ പ്രയാസം മാറും, പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ മുടന്ന് മാറത്തില്ല. പലപ്പോഴും ഇങ്ങനെയല്ലേ നമ്മൾ ദൈവത്തോട് പറയുന്നത്, കർത്താവ് ഇന്നത്തേക്ക് ഇതൊന്ന് താ, എനിക്ക് അതൊന്ന് ചെയ്യ്, ഈ അത്ഭുതം ഒന്ന് ചെയ്യ്. എന്നാൽ ഞാനത് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരം എന്നാണെന്നറിയോ? നിങ്ങൾ ചോദിക്കുന്നതിനപ്പുറമായ ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾ, വി ആസ്ക് ഫോർ സച്ച് സ്മോൾ തിങ്സ് അല്ലേ? കർത്താവ് ഇന്ന് എനിക്ക് കുറച്ച് കാശ് തരണം, ഇന്ന് എനിക്ക് കുറച്ച് രോഗസൗഖ്യം തരണം. ചോദിക്കുന്നതിനൊന്നും തെറ്റിയില്ല, പക്ഷെ ദൈവം എന്നാ പറയുന്നത് അറിയോ? അതിൻ്റെ അപ്പുറമായ ഉള്ളത് എനിക്കുണ്ട്. ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ട്രസ്റ്റ് ഗോഡ്സ് ആൻസേഴ്സ് മോർ ദാൻ അവർ റിക്വയർമെന്റ്സ്. ദൈവത്തിന് എനിക്കും നിങ്ങൾക്കും തരാനുള്ളത് നാം ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. A lot of people are praying for the wrong thing. ഈ മുടന്തനെ പോലെ, അയ്യോ എനിക്ക് കുറച്ച് കാശ് തായേ, എനിക്ക് കുറച്ച് അത് തായേ, ഇത് തായേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ആർ പ്രേയിങ് ഫോർ ദ റോങ് തിങ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഓർത്തിട്ട്. ചിലർക്ക് വേണ്ടിയത് എന്താണെന്നറിയോ? ഇപ്പം എനിക്ക് മുടന്തുണ്ട്, ഈ മുടന്തോടെ ജീവിക്കാനുള്ള ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? All this man wanted was something to help him survive his lameness. എൻ്റെ ഈ മുടന്തോടെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള കുറച്ച് സഹായം, അത് മതി. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ എനിക്ക് തന്നാൽ മതി. എന്നാൽ ദൈവത്തിനൊരാഗ്രഹമുണ്ട്, എന്താണെന്നറിയോ? നിന്റെ മുടന്ത് മുഴുവൻ നീക്കാനുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നിന്റെ വൈകല്യങ്ങൾ മുഴുവൻ മാറ്റാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ തിരുത്താൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് ഇന്നത്തേക്ക് കുറച്ച് സമാധാനം തരണേ. കർത്താവ് പറയാ, നിന്റെ കുടുംബത്തിൻ്റെ സാഹചര്യം മുഴുവൻ മാറ്റാൻ എനിക്ക് പദ്ധതിയുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കൃപതായ. നോ, ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ് മോർ ഇൻ യുവർ ലൈഫ് ആൻഡ് മൈൻഡ്. മെനി എ ടൈംസ് വി പ്രേ ഫോർ ദ റോങ് തിങ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ തെറ്റായ പ്രാർത്ഥനകളാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മുടന്തൻ്റെ പ്രാർത്ഥനയിലൂടെ. എനിക്ക് കുറച്ച് വെള്ളിയും പൊന്നും ഇങ്ങത്താ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി. കർത്താവ് നോക്കിയിട്ട് പറയാ, എടാ നിന്റെ ജനനം മുതലുള്ള മുടന്ന് ഞാൻ മാറ്റിത്തരാൻ ആഗ്രഹിക്കുക. യു ആർ ആസ്കിങ് ഫോർ ദ റോങ് തിങ്. ഇനി ഇവിടെ നമുക്ക് അത്ഭുതം ഒന്ന് ശ്രദ്ധിക്കാം. അത്ഭുതം ഒന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് അവൻ്റെ വലം കൈക്ക് പിടിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത് വാക്ക്. ഈ നാമത്തിന്റെ ശക്തിയുടെ കാര്യമാണ് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഈ നാമത്തിന്റെ ശക്തി, ദ നെയിം ഓഫ് ജീസസ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ നെയിം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു പിതാവ് പോപ്പ് ഇന്നസെന്റ് II എന്നെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോപ്പ് ഇന്നസെന്റ് ഒരുപാട് കാശ് സഭയിലേക്ക് വരുന്നത് കണ്ടിട്ട് തോമസ് അക്വിനാസിനോട് പറഞ്ഞു, തോമസ്, ദ ചർച്ച് കെൻ നോ ലോnger സേ സിൽവർ ആൻഡ് ഗോൾഡ് ഹാവ് ഐ നൺ. തോമസ് അക്വിനാസിനോട് പറഞ്ഞു, സഭയ്ക്ക് ഇനിയും പറയാനൊക്കത്തില്ല വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇഷ്ടംപോലെ വെള്ളിയും പൊന്നുമാണ് ഇപ്പോൾ സഭയ്ക്കകത്തോട്ട് വരുന്നത്. അപ്പോൾ തോമസ് അക്വിനാസ് മറുപടി പറഞ്ഞു, നീദർ ക്യാൻ വി സേ ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈസ് അപ്പ് ആൻഡ് വാക്ക്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന് പറയാനുള്ള പ്രാഗൽഭ്യവും നമുക്ക് ഇല്ല. സത്യമല്ലേ പ്രിയമുള്ളവരെ? പണമുണ്ട്, കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ സംഭവങ്ങളുണ്ട്, പക്ഷെ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള ശക്തി സഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമല്ലേ? സത്യമാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയേ, എൻ്റെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. സാഹചര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ദൈവശക്തിയുടെ ആ ഒരു അനുഭവം കുറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാഹചര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ദൈവശക്തിയിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ പണത്തെ വെള്ളിക്കും പൊന്നിനും ഒരു വല്ലാത്ത ശക്തി ഉണ്ട് കേട്ടോ, ഒരു വല്ലാത്ത ശക്തി. ദൈവത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു മാറ്റാൻ കഴിവുള്ളൊരു ശക്തി. അതുകൊണ്ടാണ് നാം ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നമ്മളെ തന്നെ കാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പത്രോസ് യോഹന്നാനും പറയാം, മുടന്തനോട് പറയാം, നിനക്ക് വേണ്ടിയ സാധനം ഞങ്ങളുടെ ഇല്ല, പക്ഷെ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങൾക്കൊരു നാമമുണ്ട്. വി ഹാവ് ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ അവിടെ എങ്ങനെയാ പറയുന്നറിയോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓഫ് നാസറത്ത്. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്നാ പറയുന്നത്.
നഥാനിയേൽ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. ഇവിടെ മുടന്തന്റെ മുമ്പിൽ നിന്ന് ഏ യോഹന്നാനും പത്രോസും പറയാണ്, എന്താണ്? നസറയത്തിൽ നിന്നൊരു നന്മ വന്നിട്ടുണ്ട്. ആ നന്മയുടെ പേരാണ് യേശു ക്രിസ്തു. അവന്റെ നാമത്തിൽ എഴുന്നേറ്റ് നീ നടക്ക. അതുകൊണ്ട് പ്രിയമുള്ള ഒരു കാര്യം, ഈ നസറയത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്, ഒരു നന്മയും ഇല്ലാത്ത സ്ഥലമാണ്. അവിടുന്ന് ഒരു ഗുണവും വരത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, യേശു കർത്താവ് അങ്ങനൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും വലിയ നന്മ വരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും, നിങ്ങൾ ഒരു പക്ഷെ പറയാം, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. ഞാൻ ഒന്ന് പറയാം, യേശു ക്രിസ്തുവിനെ ഒന്ന് അകത്തോട്ടൊന്ന് കയറ്റാമോ? അവിടുന്ന് വലിയ നന്മ വരും. ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഈ ജീവിതത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. ഞാൻ പറയട്ടെ, ജീവിതത്തിലേക്ക് യേശു കർത്താവിനെ ഒന്ന് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാവൂ, വലിയ നന്മ വരും അതിനകത്തുനിന്ന്. അതുകൊണ്ടാണ് ഫ്രം ദ വേഴ്സ്റ്റ് പ്ലേസ് സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് കൻ കം. എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു കർത്താവ് നസറയത്തിൽ നിന്ന്. ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം നസറയത്ത്, ആർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പോലും ആഗ്രഹിക്കാത്ത സ്ഥലത്ത്, എന്നാൽ ആ സ്ഥലവുമായിട്ട് യേശു കർത്താവിൻ്റെ പേര് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് നോക്കിയേ, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നൽകുക. വല്ല നന്മയും വരുമോ? വരും. യേശു കർത്താവിൻ്റെ നാമം ആ സ്ഥലവുമായിട്ടൊന്ന് ചേർത്ത് വെച്ചാൽ മതി, സകലവും മാറും. അതാണ് പ്രിയമുള്ളവരെ യേശു കർത്താവിൻ്റെ ശക്തി. എൻ്റെ നാമത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണം വരുമോ? ഒരു ഗുണവും വരത്തില്ല. യേശു കർത്താവിൻ്റെ നാമം ഒന്ന് കൂട്ടിച്ചേർത്ത് എല്ലാ ഗുണവും അനുഗ്രഹവും അതിൻ്റെ കൂട്ടത്തിൽ വരും. സി, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ട് സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്. അയ്യോ, എനിക്കിത് പറ്റത്തില്ല, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ്, എനിക്ക് അത് നിർത്ത്. യേശു കർത്താവിൻ്റെ നാമം ഒന്ന് കൂട്ടിച്ചേർത്തെ വലിയ നന്മ നാം എവിടെ ആയിരിക്കുന്നോ അവിടെ നിന്ന് വരും. ഓക്കെ, വളരെ ശക്തിയുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ അത്ഭുതത്തിൻ്റെ കാര്യത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതം നടന്നത്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉടനെ സംഭവിച്ചതാണ് കേട്ടോ. ഗർഭം മുതൽ മുടന്തനായ ഈ മനുഷ്യൻ ഒറ്റ നിമിഷത്തിൽ, ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയാം, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്ഷണത്തിൽ അവൻ്റെ കാല് നരിയാണും നരിയും. ഈ സൂപ്പർ നാച്ചുറൽ ഹീലിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ഇറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ്. ചിലത് പറയും, അവന് ഇങ്ങനെ നടക്കുകയായിരുന്നു, വളഞ്ഞ നടക്കുകയായിരുന്നു, ഇപ്പം ഇച്ചിരി അവൻ നടക്കുന്നുണ്ട്, പക്ഷെ രോഗസൗഖ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇടത്തോട്ട് വളഞ്ഞാണ് നടക്കുന്നത്. അത് അത്ഭുതമാണോ എന്നുള്ളത് ചിന്തിക്കണം. അത് അത്ഭുതമാണോ എന്ന് ചിന്തിക്കണം. കാരണം ഇൻസ്റ്റന്റേനിയസ് ആയിരുന്നു, ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഈ അത്ഭുതം നടന്നതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഈ മനുഷ്യന് 40 വയസ്സായിരുന്നെന്നാണ് പറയുന്നത്. 40 വയസ്സ്. അപ്പം 40 വയസ്സ് ഇവൻ മുടന്തനാണ്. ക്ഷണത്തിൽ ഇവൻ സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സമയമെടുത്തത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവം അത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ പറയാം, കർത്താവെ, ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇത്രയും സമയമെടുക്കുന്ന താമസം എന്തഹോ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്നാണെന്നറിയാമോ? ദൈവം അത് ചെയ്യുമ്പോൾ ക്ഷണത്തിൽ ചെയ്യും. Immediate he'll do. So don't worry about the years that have been wasted. അയ്യോ കർത്താവ്, ഇത്രയും വർഷം പോയി. ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയാം, കർത്താവ്, എനിക്ക് 50-60 വയസ്സായി, ഇതുവരെ കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ലല്ലോ, കർത്താവെ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, ദൈവം ഒരു സെക്കൻഡിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ ജീവിതം മാറും. 50 ആയാലും 60 ആയാലും, ഇറ്റ് ഡസന്റ് മാറ്റർ എത്ര സമയം പോയെന്നുള്ളത് അതുകൊണ്ടാണ് വെട്ടിക്കിളിയും പച്ചപ്പുഴും തുള്ളനും തിന്ന സംവത്സരങ്ങൾക്കായി ഞാൻ നിനക്ക് പകരം നൽകുമെന്ന്. മനസ്സിലായോ? ഐ വിൽ ഗിവ് യു ബാക്ക് ദ ലോക്കസ്റ്റ് ഈറ്റൻ ഇയേഴ്സ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, യേശു കർത്താവ് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ 40 വർഷം കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടണ്ട. ഡോണ്ട് വറി ആസ് ടു വൈ ഇറ്റ്സ് ടേക്കിംഗ് ടൈം, ബിക്കോസ് വെൻ ഗോഡ് വാണ്ട്സ് ടു ഡു ഇറ്റ്, ഹി വിൽ ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ദൈവത്തിന് ഒരു 40 വർഷം കൂടെ ആവശ്യമില്ല. 40 വർഷത്തിന് ശേഷം ഇനി ഞാനൊരു 40 വർഷം കൂടെ എടുത്ത് നിനക്ക് രോഗസൗഖ്യം. കർത്താവിന് ചെയ്യേണ്ടിയപ്പോൾ കർത്താവ് ഒരു നിമിഷം കൊണ്ട് അത് ചെയ്യും. അതാണ് ദൈവശക്തി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. അയ്യോ കർത്താവെ, ഞാൻ 5 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നല്ലോ, 7 വർഷമായിട്ട് ഡോണ്ട് വറി. ദൈവം ചെയ്യേണ്ടിയപ്പോൾ അത് ഒരു നിമിഷം കൊണ്ട്
അവൻ ചെയ്യും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാൻ പാടില്ലാത്തത്. ഒരു രാജ്യത്തിൻ്റെ ഗതി നീക്കണമെങ്കിൽ ദൈവത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാം, അല്ലയോ? ഹാമാന്റെ മുമ്പിൽ ഒരു രാത്രി കൊണ്ട് ഇസ്രയേലിന്റെ ചരിത്രം തിരിച്ചെഴുതിയില്ലേ കർത്താവ്? ഒരു രാത്രി, അത്രയും മതി ദൈവത്തിന്. നമ്മൾ ചിന്തിക്കും, കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എത്ര വർഷമായി കർത്താവെ, ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം ബാഡ് ടു വേഴ്സ് എന്നൊക്കെ നമ്മൾ. കർത്താവിന് ഒരു നിമിഷം മതി കേട്ടോ, ഒറ്റ നിമിഷം. കർത്താവ്, എൻ്റെ കുടുംബം കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഇത് ഇങ്ങനെ താഴോട്ട് പോക്കുക. ദൈവത്തിന് ഒരു നിമിഷം മതി, 1 മിനിറ്റ്, 1 സെക്കൻഡ്. ക്ഷണത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യാൻ കർത്താവിന് സാധിക്കും. പിന്നെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യം, ഇറ്റ് വാസ് കംപ്ലീറ്റ്. ഈ അത്ഭുതത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? നടന്നും തുള്ളിയും. ഇതുവരെ എങ്ങനെ നടന്നുകൊണ്ടിരുന്നത്? അവന് നടക്കാൻ വയ്യായിരുന്നു, മുടന്തനായിരുന്നു. അത്ഭുതം വന്നു കഴിഞ്ഞാൽ ക്ഷണത്തിൽ പിന്നെന്താ സംഭവിക്കുന്നത്? അവൻ നടന്നും തുള്ളിയും. അല്ലാതെ അവൻ തറയെ കിടക്കുകയായിരുന്നു, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഇനി ഒരു വടി എടുത്ത് ഇനി നടക്ക്. അങ്ങനത്തെ അല്ലായിരുന്നു അത്ഭുതം, അല്ലേ? ഇന്ന് പലപ്പോഴും അത്ഭുതം എങ്ങനെയാണെന്നറിയോ? തീരെ വയ്യാത്തവൻ വീൽ ചെയറിൽ വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ കുറച്ചൊക്കെ നടക്കും, ഇങ്ങനെ ആടിയും തൂങ്ങിയും ഒക്കെ നടക്കും. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും വീൽ ചെയറിൽ. അങ്ങനത്തെ അത്ഭുതമല്ല ഇത്. ക്ഷണത്തിൽ കംപ്ലീറ്റ് ഹീലിംഗ്. അവനെ നടക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചോ? നമുക്കറിയാം, ഒരു കുഞ്ഞ് ഇതുവരെ അവൻ നടന്നിട്ടില്ല കേട്ടോ, അവൻ്റെ ആയുസ് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ അവൻ തുള്ളിയും ചാടിയും നടന്നത്? നടക്കാൻ വരെ ആ അത്ഭുതം പഠിപ്പിച്ചെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതുവരെ നടക്കാത്തൊരാള് നമ്മുടെ കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിക്കണം എന്തുമാത്രം പ്രയാസമാണെന്ന് നമുക്കറിയാം. ഇത് 40 വയസ്സ് വരെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ആള് സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൻ നടന്നത് മാത്രമല്ല, അവൻ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചു. സോ വെൻ ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ്, ഹി വിൽ ഡു ഇറ്റ് കംപ്ലീറ്റ്ലി. അതുകൊണ്ട് കുടുംബത്തിൽ പ്രയാസവും പ്രശ്നവും ഉണ്ടെങ്കിൽ കർത്താവെ, ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെവൽ വരെ ആയിട്ടുണ്ട്. നോ, ഗോഡ് ക്യാൻ ഡു ഇറ്റ് കംപ്ലീറ്റ്ലി. ഇതുവരെ ഞങ്ങൾ ഭയങ്കര അടിയും തല്ലുമായിരുന്നു, ഇപ്പം ഞങ്ങൾ അടിയും തല്ലുമില്ല, പക്ഷെ ഒരു സ്നേഹമില്ല. അയ്യോ, പുതിയ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും കർത്താവിന് നൽകാം. ഹി ക്യാൻ ഡു ഇറ്റ് കംപ്ലീറ്റ്ലി, അല്ലേ? പകുതി വഴി പകുതി പ്രവൃത്തി ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ്, മുഴുവനും ചെയ്യും. ഹി വിൽ ഡു ഇറ്റ് കംപ്ലീറ്റ്ലി. രക്ഷിക്കുമ്പോൾ എങ്ങനെ രക്ഷിക്കുന്നതെന്നറിയോ? ചാൾസ് സ്പർജന്റെ ഭാഷയിൽ പറഞ്ഞു, ഹി വിൽ സേവ് യു ഫ്രം ദ ഗട്ടർ മോസ്റ്റ് ടു ദി അട്ടർ മോസ്റ്റ്. അവന് അങ്ങേ അറ്റം വരെ നമ്മളെ വിടുവിക്കും. അല്ലാതെ പകുതി വഴി എന്നാൽ പിന്നെ ഇവിടം വരെ വന്നല്ലോ, ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞ് ഇടുന്നവനല്ല നമ്മുടെ ദൈവം. അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ, അത്ഭുതം ക്ഷണത്തിൽ സംഭവിച്ചു, അത്ഭുതം മുഴുവനായി സംഭവിച്ചു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അത്ഭുതത്തെ നമ്മൾ എങ്ങനെ വിവേചിക്കണമെന്നുള്ളതും കൂടെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 3 കാര്യങ്ങൾ. 9-11, ആക്ട്സ് 3:9-11, 9 മുതൽ 11 വാക്യം. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഒന്നാമത് സംഭവിച്ചത് സന്തോഷം. എന്തുമാത്രം സന്തോഷമാണ് നടന്നതെന്നറിയാമോ? സന്തോഷം, ഭയങ്കര സന്തോഷം. ആ ജനുവിന് അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലും സന്തോഷമുണ്ടായി, ജനങ്ങളുടെ ജീവിതത്തിലും സന്തോഷമുണ്ടായി. 2, ദൈവത്തെ മഹത്വപ്പെടുത്തി. മനുഷ്യനെ അല്ല മഹത്വപ്പെടുത്തിയത്, പിന്നെയോ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ എപ്പോഴൊക്കെ അത്ഭുതം നടക്കുമ്പോൾ, ഈ ജെനുവിൻ അത്ഭുതം നടക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം? ദൈവനാമം മഹത്വപ്പെടണം. അല്ലാതെ യേശു എന്ന് 2 പ്രാവശ്യം പറഞ്ഞു പിന്നെ അവസാനം നമ്മൾ മഹത്വപ്പെടുക എന്നുള്ളതല്ല. പിന്നെന്താണ്? ദൈവനാമം മഹത്വപ്പെടണം. ആ മുടന്തനെ അവിടെ നിന്ന്, അയ്യോ ഇനി ഞാൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയാൽ ആളുകൾ എന്ത് ചിന്തിക്കുമെന്നൊന്നും അവൻ ചിന്തിച്ചില്ല. ഹി ഡിഡ്ന്റ് കെയർ. ആളുകളുടെ ഒപ്പീനിയനൊന്നും അവനെ സംബന്ധിച്ചുള്ള വിഷയമല്ല. കർത്താവെ, നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, നിന്നെ തുള്ളിച്ചാടി ഞാൻ ആരാധിക്കും. ആളുകൾ എന്നാ പറഞ്ഞാൽ എന്നാ, ഇതുവരെ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു, ഇതുവരെ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും വല്ല. കർത്താവ് എന്നെ സൗഖ്യമാക്കിയപ്പോൾ ഞാൻ ആരുടെയും മുമ്പിൽ ലജ്ജ കൂടാതെ ഞാൻ കർത്താവിനെ സാക്ഷിക്കും. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിച്ചത്, നമ്മെ വീണ്ടെടുത്തത് കർത്താവാണ്. അവനെക്കുറിച്ച് നാം ഒരിക്കലും ലജ്ജിക്കരുത്. വി ഷുഡ് നോട്ട് ബി ബോതേർഡ് അബൌട്ട് വാട്ട് പീപ്പിൾ വുഡ് സേ. ഞാൻ എൻ്റെ വല്യപ്പച്ചനെ കുറിച്ച് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വല്യപ്പച്ചൻ്റെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടില്ല, കാരണം ഞാൻ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ മരിച്ചു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് അനേക പേര് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വല്യപ്പച്ചൻ പ്രസംഗിക്കുമ്പം സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഇങ്ങനെ സ്പ്രിങ് പോലെ നിന്നാണ് പ്രസംഗിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എല്ലാവരും കരയും. ഇത് രണ്ടുമാണ് കേട്ടിട്ടുള്ളത്. ആളുകൾ, എൻ്റെ അമ്മയൊക്കെ പറയും, 2 തുവാലയും കൊണ്ടാണ് മീറ്റിങ്ങിന് പോകുന്നത്. കാരണം വല്യപ്പച്ചൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ
ഉള്ളിൽ നിന്ന് വലിയ അനുതാപം ഉണ്ടാവും, കരയും, ഒരുപാട് കരയും. അങ്ങനെയാണ് ആ ശുശ്രൂഷയായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ്റെ. അപ്പോൾ മാനസാന്തരത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷ. അപ്പോൾ ഈ വയ്യാഞ്ഞ കാലത്തും ഈ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇടത്ത് തൊട്ട് വലത്ത് വരെ, വലത്ത് തൊട്ട് ഇടത്ത് വരെ ഇങ്ങനെ സ്പ്രിങ് പോലെ നിൽക്കുമെന്ന കേട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ രസകരമായി എൻ്റെ ഫാദറിൻ്റെ കബഡിനകത്തൊരു ടേപ്പ് ഉണ്ടായിരുന്നു, ഒരു ടേപ്പ്. അതിൽ എഴുതിയിട്ടുണ്ട് KV ചെറിയൻസ് മെസ്സേജ്. അപ്പോൾ പണ്ട് ടേപ്പ് റെക്കോർഡ്, ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ ഞാൻ ആ ടേപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു വല്യപ്പച്ചൻ്റെ പ്രസംഗം കേൾക്കാൻ. അപ്പോൾ അതിനകത്ത് കുറേ പക്ഷേ പലതും കേൾക്കത്തില്ല, വളരെ അതിൻ്റെ ഒത്തിരി ടേപ്പിൻ്റെ ഇഷ്യൂസ് കാരണം വളരെ. എന്നാൽ ആ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വല്യപ്പച്ചൻ തൻ്റെ സാക്ഷ്യം വളരെ പെട്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടു. അതിങ്ങനെയാണ് പറഞ്ഞത്, വലിയൊരു സാക്ഷ്യം പറയാം. 12ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസയിൽ കയറി. മല്ലപ്പള്ളിയിലാണ്. ടെറസയിൽ കയറി കഴിഞ്ഞപ്പോൾ അന്ന് കർത്താവുമായി ഒരു വലിയ അഭിമുഖം ഉണ്ടായി. ഹി ഹാഡ് എൻ എക്സ്പീരിയൻസ്, എൻ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്. അപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് മലയാളത്തിൽ വല്യപ്പച്ചൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ പ്രിയനെ കണ്ടുമുട്ടി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രിയനെ കണ്ടുമുട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ച് താഴേക്ക് വന്നപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ സ്പ്രിങ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. ഞാൻ ആ സ്റ്റെപ്പിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഞാൻ കയറിയതുപോലല്ല, പിന്നെ എങ്ങനെയാണ് സ്പ്രിങ് ഉള്ളതുപോലാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 12ാമത്തെ വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ കാലിൻ്റെ അടി കിട്ടിയ സ്പ്രിങ് ആണ്. 74 വയസ്സ് മരിക്കുവോളം ആ സ്പ്രിങ്ങിൻ്റെ ശക്തി നഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതം വലിയ സന്തോഷത്തിന് കാരണമായി. ദൈവസ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ്, പ്രിയമുള്ളവർ, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സന്തോഷം ദൈവം എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും തരും. അതുകൊണ്ടാണ് വി ഹാവ് എ സ്പ്രിങ്. പ്രയാസമുണ്ടോ? പ്രയാസമുണ്ട്. പ്രതികൂലമുണ്ടോ? ഭയങ്കര പ്രതികൂലം. പക്ഷെ കാലിൻ്റെ അടിയിലെ സ്പ്രിങ്ങിൻ്റെ ശക്തി നഷ്ടപ്പെടാത്തതിൻ്റെ കാരണം പ്രിയനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. ഇതാണ് ഈ മുടന്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പാപത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിലേ ഉള്ളൂ. ചിലരുടെ മുഖമൊക്കെ കണ്ടിട്ടില്ല, അവരെങ്ങനെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇരിപ്പ്, അവൻ്റെ ഇരിപ്പും മുഖവും കണ്ടു കഴിഞ്ഞാൽ ഉള്ള ആരാധനയും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം എന്നാണെന്നറിയോ? പ്രിയനെ കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. ഈ പ്രിയനെ കണ്ടുമുട്ടിയവന് ആരാധിക്കാതിരിക്കാൻ സാധ്യമല്ല. തുള്ളിയും ചാടി ആരാധിച്ചെന്നാണ് പറയുന്നത്. കാരണം പ്രിയനുമായി കണ്ടുമുട്ടി. അതാണ് ദി ഔട്ട്കം ഓഫ് ദ രണ്ടാമത്തെ ഔട്ട്കം. മൂന്നാമത് ദ ടെസ്റ്റിമണി ഓഫ് ദ പീപ്പിൾ. ആളുകൾ നോക്കിയിട്ട് എന്താ പറഞ്ഞ്? അയ്യോ, അവർ വിസ്മയിച്ചു പോയി, വിസ്മയം പൂട്ടു. എന്നിട്ട് അവരുടെ അടുക്കൽ ഓടി. എന്താണ് സംഭവിച്ചത്? ഈ അത്ഭുതം കൊണ്ട് പത്രോസിന് പ്രസംഗിക്കാനുള്ള പ്ലാറ്റ്ഫോം റെഡിയാകുകയാണ്. അങ്ങനെയാണ് 5000 പേര് കർത്താവിനെ അറിയുന്നത്. സോ ദ മിറക്കിൾ ഹാപ്പൻസ് ആൻഡ് ദെൻ ദ സ്റ്റേജ് ഇസ് സെറ്റ് ഫോർ പ്രീച്ചിങ്. അവിടാണ്, അല്ലാതെ അത്ഭുതം നടന്നതുകൊണ്ടല്ല, ഇനിയും പ്രസംഗത്തിനായിട്ടുള്ള ഒരു ആരംഭം. പത്രോസിന്റെ പ്രസംഗം വളരെ പെട്ടെന്ന്, പത്രോസിന്റെ പ്രസംഗവും എങ്ങനെയായിരിക്കണം പ്രസംഗം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 3 സെഷൻ മുമ്പ് നോക്കി. അതുകൊണ്ട് ഇത് ഞാൻ ഓടിച്ചങ്ങ് വായിക്കാൻ പോകും കേട്ടോ. ഓടിച്ച് നിങ്ങൾ എന്തായിരുന്നു കണ്ടന്റ്, പത്രോസിന്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. എന്നാൽ ഈ പ്രസംഗത്തിന്റെ കണ്ടന്റ് അതുപോലെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ പെട്ടെന്നൊന്ന് പറയാൻ പോവുകയാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ വർണ്ണിക്കാൻ പോവാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ വർണ്ണിക്കുന്നത്? ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സസ് 12 to 18, 3-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 18 വരെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചോണം. അത് കണ്ടിട്ട്, ഇത് പെട്ടെന്ന് ഓടിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്: ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ, ഫസ്റ്റ് വേർഡ് ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പിന്നെ ശ്രദ്ധിച്ചോണം, അടുത്ത വാക്ക് യേശുവിനെ കുറിച്ച്: പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ, അടുത്ത വാക്ക്, ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിൽ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ? പെട്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം പറയുന്ന യേശു കർത്താവിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ. 1, ഹീസ് എ സെർവന്റ്, അവൻ ദാസനാണ്. 2, യേശു എന്നുള്ള പാദം. 3, പരിശുദ്ധനും നീതിമാനും, ഹോളി വൺ. 4, ഓത്തർ ഓഫ് ലൈഫ്, ജീവനായകനെ
5 ക്രിസ്തു. ഈ 5 വാക്കുകളാണ് ഇവിടെ പത്രോസ് ഉപയോഗിക്കുന്നത്. ഈ 5 വാക്കുകളും ഒരുപാട് പ്രസക്തിയുണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല, എന്നാൽ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു ദാസൻ. ദാസൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഐ ആം എ സെർവൻറ്റ്. യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. 2, അവൻ്റെ നാമം യേശു. യേശു എന്ന് പറയുന്ന പദം എവിടുന്നാണ് വരുന്നത്? യഹോശുവ. യഹോശുവ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? യഹോവ രക്ഷിക്കുന്നു. അപ്പോൾ യേശു സൗഖ്യമാക്കുന്നു എന്നുള്ളതിന് അപ്പുറം യേശു രക്ഷകൻ ആണ്. അതാണ് വിഷയം, പ്രസംഗ വിഷയം അതാണ്. യു ഷൽ നെയിം ഹിം ജീസസ്, ഫോർ ഹീ ഷൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. യേശു കർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം അവനൊരു എക്കോണമിസ്റ്റ് ആണെന്നല്ല. യേശു കർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം അവനൊരു ബിസിനസ് മാൻ ആണെന്നല്ല. യേശു കർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം അവനൊരു എൻ്റർടൈനർ എന്നല്ല. യേശു കർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം അവനൊരു പൊളിറ്റീഷ്യൻ എന്നല്ല. യേശു കർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം അവൻ രക്ഷകൻ. കാരണം തൻ്റെ ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ടു പ്രീച്ച് ദ നെയിം ഓഫ് ജീസസ്. യേശു കർത്താവ്. കാരണം എന്നെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേറൊരുവനും സാധ്യമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അർപ്പിക്കുന്ന യേശു എന്താ? അവൻ മന്ത്രവാദിയാണ്, മജീഷ്യനാണ്, കാശ് തരുന്നവനാണ്. ദാറ്റ് ഈസ് നോട്ട് ദ ജീസസ് ഓഫ് ദ ബൈബിൾ. ദ ജീസസ് ഓഫ് ദ ബൈബിൾ ഈസ് യഹോവ, യശുവ. യശുവ എന്ന് പറയുന്നത് യഹോശുവ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായവൻ. അതാണ് യേശു. 3 പറയുന്നത് ഹോളി ആൻഡ് റൈച്ചസ് വൺ. എന്താ എവിടെ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധനും നീതിമാനും ആയവനെ. ഒരിക്കൽ പോലും ഈ ലോകത്തിൽ ജനിച്ചിട്ട് പാപം ചെയ്യാത്ത ഏക വ്യക്തി, പരിശുദ്ധനും നീതിമാനും ആയവൻ. അതുകൊണ്ടാണ് നിങ്ങളിൽ ആർക്ക് എന്നെ കുറ്റം ചുമത്തുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഒരുവന്റെ വാ പോലും, അവനെ എതിർത്തവർ പോലും, അവൻ്റെ ശത്രുക്കൾ പോലും, കയ്യഫാസ് ഉൾപ്പെടെ, ഹെരോദാവ് ഉൾപ്പെടെ ഒരു മനുഷ്യന് വാ തുറക്കാൻ സാധിക്കാഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ യേശു ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചപ്പോൾ ഒരൊറ്റ പാപം പോലും ചെയ്തില്ല. ഞാനൊന്ന് വെല്ലുവിളിക്കട്ടെ, അതുപോലൊരു ചരിത്ര പുരുഷനെ ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാമോ? വെല്ലുവിളിക്കുക. നിങ്ങൾ ഏത് ഗുരുവോ, ഏത് നേതാവിനെയോ, ഏത് മനുഷ്യനെ നിങ്ങൾ എടുത്തോ, ഒരു പാപം പോലും ചെയ്യാത്ത ഒരു ചരിത്ര പുരുഷനെ നിങ്ങൾ കാണിച്ചതാ. യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്നാ? നമ്മളെപ്പോലെ സകലത്തിലും സകല പരീക്ഷകൾക്കും അവനെ തന്നെ വിധേയപ്പെട്ടിട്ടും പാപം അവനെ തൊട്ടില്ല എന്നുള്ളതാണ്. ഹി വാസ് ദ സ്പോട്ട്ലെസ് ലാംബ് ഓഫ് ഗോഡ്. പരിശുദ്ധനും നീതിമാനും. പിന്നെ എന്താ പറയുന്നത്? ജീവനായകൻ. ഹി ഈസ് ദി ഓത്തർ ഓഫ് ലൈഫ്. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. എന്നിട്ട് പറയാണ് എന്താണ്? ഇവൻ ജീവനായകൻ. ഹി ഈസ് ദ ഓത്തർ ഓഫ് ലൈഫ്. എനിക്കറിയത്തില്ല, ഇന്ന് ഒരുപാട് ഈ ഇവല്യൂഷൻ തിയറിയൊക്കെ ഒരുപാട് പ്രചാരണത്തിലാണ്. ഏത്തിയിസ്റ്റിക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവരാരും ഇവർക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യം എന്നാണെന്നറിയോ? എവിടുന്നാണ് ഇത് തുടങ്ങിയെന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല. എല്ലാവരും അതും ഇതൊക്കെ പറഞ്ഞു. ബിഗ് ബാങ് നടന്നു ഇവിടെ വന്നു, ആദ്യം ഒരു പ്രൈമോർഡിയൽ സൂപ്പ് ഉണ്ടായി, അങ്ങനായി, പിന്നെ ഫ്രോഗ് ഉണ്ടായി, പിന്നെ മനുഷ്യനുണ്ടായി, ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എവിടുന്നാണ് ഇത് തുടങ്ങിയത്? അതാണ് പറയുന്നത്, ജീവനായകനിൽ നിന്നാണ് തുടങ്ങിയത്. ആര്? യേശു കർത്താവിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. വിശ്വാസികൾക്ക് ഇതറിയാം. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. അതുകൊണ്ട് വീണ്ടും പറയാണ്, പത്രോസ് പറയാണ്, നിങ്ങളുടെ അറിവില്ലായ്മയിൽ ഇത് ചെയ്തു. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവിനെ ദ്രോഹിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തെ ദൂഷിക്കുന്നവരും അവർ അറിവില്ലായ്മയിൽ നിന്ന് ചെയ്യുന്നവരാ. അവർക്ക് അറിയത്തില്ല. ജീവനായകനെ അവർക്ക് അറിഞ്ഞുകൂടാ. നീതിമാനും പരിശുദ്ധനായ കർത്താവിനെ അവർക്ക് അറിഞ്ഞുകൂടാ. പാപങ്ങളെ ക്ഷമിക്കുവാനും ശക്തിയുള്ളവനെ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ പള്ളികൾ തകർക്കുന്നതും ബൈബിള് കത്തിക്കുന്നതും. അവർക്ക് അറിഞ്ഞുകൂടാ. ദേ കനോട്ട് സീ, ദേ ആർ ബ്ലൈൻഡഡ്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരോട് ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല, അവർക്ക് വേണ്ടി നമ്മൾ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക്. അവസാനം പറയുന്നു, ഹീസ് ക്രൈസ്റ്റ് ദ മെസ്സായ. ക്രൈസ്റ്റ് ദ മെസ്സായ.
അതുകൊണ്ട് ഇനിയും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രസംഗത്തിൻ്റെ വിഷയം. കാരണം പ്രസംഗത്തിൻ്റെ കഴമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രസംഗത്തിൻ്റെ ഒരു വലിയ വിഷയമുണ്ട്, മാനസാന്തരം എന്ന് പറയുന്ന വിഷയം. ആ വിഷയത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു കൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്തിന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അപ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു സുവിശേഷം ഇവിടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. അത്ഭുതം നടന്നു കഴിയുമ്പോൾ എന്താണ് പ്രസംഗ വിഷയം? മാനസാന്തരം. ഇന്ന് നാം കേൾക്കാത്ത വിഷയം. ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ പ്രവാചകന്മാർ എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്നറിയാമോ? മാനസാന്തരം. പ്രവാചകന്മാര് നിങ്ങൾ ഒന്ന് നോക്കിയേ, ചരിത്രത്തിൽ നോക്കിയോ, യോഹന്നാൻ സ്നാപകൻ വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയം മാനസാന്തരം. ഇന്ന് കേൾക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള ഒരു വിഷയമാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? വാട്ട് ഇസ് റിപ്പൻറ്റൻസ്? മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരത്തിൻ്റെ ഒരു എക്സാമ്പിൾ കാണാൻ സാധിക്കും. യേശു കർത്താവ് പറയാ, എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി. ഒന്നാമത്തെ പുത്രൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. പക്ഷെ അവൻ അനുദപിച്ചിട്ട് പിന്നെ അവൻ പോയി വേല ചെയ്തു. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആർ ആകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് നല്ലൊരു എക്സാമ്പിളാണ്. അപ്പൻ ഒരു മകൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഇന്ന് പണിക്ക് പോകണം. അവൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അനുദപിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ പൊക്കോളാം. എന്നിട്ട് അവൻ പോയി. രണ്ടാമത്തിൻ്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ, നീ പോകണം. അയ്യോ അപ്പ, ഞാൻ ഇപ്പം പോയേക്കാന്ന് പറഞ്ഞു. പക്ഷെ അവനൊട്ട് പോയുമില്ല. അപ്പം ഇതിലേതാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നാമത്തെ മകൻ. കാരണം എന്നാ? അവൻ്റെ അനുതാപം അവൻ്റെ സ്വഭാവത്തെ മാറ്റി. ദ സെക്കൻഡ് സൺ, അതായത് നോട്ട് ഓൺലി ഡിഡ് ഹി ചേഞ്ച് ഹിസ് മൈൻഡ്, ബട്ട് ഹി ഓൾസോ ചേഞ്ച് ഹിസ് ബിഹേവിയർ. ഇന്നിപ്പോഴും പലപ്പോഴും നമ്മൾ വിശ്വാസികൾ എങ്ങനെയാണെന്നറിയോ? ആ കർത്താവ്, യെസ് കർത്താവേ, ചെയ്തോളാം കർത്താവ്, ഓക്കെ കർത്താവ്, എല്ലാം വാ കൊണ്ട് പറയും. അയ്യോ കർത്താവേ, സോറി കർത്താവേ. പക്ഷെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. ദാറ്റ് ഇസ് നോട്ട് റിപ്പൻറ്റൻസ്. അത് മാനസാന്തരമല്ല. ദാറ്റ് ഇസ് ഓൺലി ഫീലിംഗ് സോറി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏശാവിൻ്റെ കണ്ണുനീര് പോലാണ്. നമ്മൾ എബ്രായ ലേഖനം പഠിച്ചപ്പോൾ ഓർക്കുന്നോ? ഏശാവ് കണ്ണുനീര്, എന്നാലും എന്തോ അനുഗ്രഹം വിട്ടുപോയി. കാരണം എന്നാ? യഥാർത്ഥമായ മാനസാന്തരം ഉള്ളിലുണ്ടായില്ല. ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ചേഞ്ച് ഹിസ് വേസ്. അതുകൊണ്ട് ഞായറാഴ്ച തോറും വന്ന് കർത്താവേ, ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി എന്ന് 10 പ്രാവശ്യം പറയുന്നതിൻ്റെ പകരം എ ചേഞ്ച് ഓഫ് മൈൻഡ് ഷുഡ് ലീഡ് ടു എ ചേഞ്ച് ഓഫ് ബിഹേവിയർ. യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടോ പ്രിയമുള്ളവരെ? കർത്താവേ, ഐ എം സോറി. പലരും ഇങ്ങനെയാണ്, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. യഥാർത്ഥ മാനസാന്തരം എവിടാന്നറിയാവോ? യു ഷുഡ് ചേഞ്ച്. യു ഷുഡ് ചേഞ്ച്. കുടിക്കുന്നവൻ കുടി നിർത്തണം. വ്യാജം സംസാരിക്കുന്നവൻ വ്യാജം പറയുന്നത് നിർത്തണം. കളിപ്പിച്ച് കാശുണ്ടാക്കുന്നവൻ അത് നിർത്തണം. മാനസാന്തരം, ട്രൂ റിപ്പൻറ്റൻസ് ഈസ് എ ചേഞ്ച് ഓഫ് ബിഹേവിയർ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വേ യു കം ഫ്രം. എവിടുന്ന് വന്നു എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ടാണ് പറയുന്നത്, വേശ്യമാരും ചുങ്കക്കാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർ മാനസാന്തരപ്പെട്ട്, സോറി മാത്രമല്ല പറഞ്ഞ്, അവരുടെ വഴികളെ അവർ മാറ്റി. ദേ ഹാവ് ചേഞ്ച്ഡ് ദെയർ ബിഹേവിയർ. ദേ ഹാവ് ചേഞ്ച്ഡ് ദെയർ വേസ്. ദൈവമക്കൾ, നമ്മൾ സോറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവത്തെ മാറണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ മാനസാന്തരം? വൈ ഷുഡ് വി റിപ്പൻറ്റ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ റിപ്പൻറ്റ് ചെയ്യേണ്ടത്? ഒന്നാമത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇതുകൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്തും. എന്താണ്? വാട്ട് ഇസ് ദ നീഡ് ടു റിപ്പൻറ്റ്? ഒന്ന്, ദാറ്റ് യുവർ സിൻസ് മേ ബി വൈപ്ഡ് ഔട്ട്.
അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെടുമ്പോൾ ഉണ്ടല്ലോ, രോഗസൗഖ്യം പ്രാപിച്ചേച്ച് തിരിച്ചു പോകാന്നുള്ളതല്ല. പിന്നെയോ മാനസാന്തരപ്പെടണം. എന്തിനു വേണ്ടിയാ മാനസാന്തരപ്പെടേണ്ടേ? മാനസാന്തരപ്പെട്ടാൽ മാത്രമേ പാപങ്ങളെ മാഞ്ഞു കിട്ടത്തുള്ളൂ. The Lord will wipe out our sins. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇനി യാതൊരു ശിക്ഷാവിധിയുമില്ല. എന്നെ കേൾക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പഴയ പാട്ടിൻ്റെ വരികൾ ഞാനൊന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ, ഇത് മലയാളത്തിലില്ല. My sin, oh the bliss of that glorious thought. My sin not in part, but the whole is nailed to the cross, and I bear it no more. Praise the Lord, praise the Lord, oh my soul. എൻ്റെ പാപം കുറച്ചല്ല അവൻ മായ്ച്ചത്, പിന്നെയോ മുഴുവനായി A to Z ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ പാപങ്ങളെ അവൻ മായ്ച്ച് ഇല്ലാതാക്കി. അതുകൊണ്ട് ഞാൻ 90% കർത്താവ് മായ്ച്ചു, 10% 100% കാൽവറി കുരിശിൽ കർത്താവ് എനിക്ക് വേണ്ടി മായ്ച്ചു. ഈ പണ്ടത്തെ ഇങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മായ്ച്ചു കളയാൻ പറ്റുന്ന ഇങ്ക ഇന്നത്തെ പോലല്ല. ഇത് മായ്ച്ചു കളഞ്ഞാൽ ഇതിൻ്റെ ഒരു ശേഷിപ്പ് പോലും ഉണ്ടാകാത്ത വിധത്തിൽ ഇതിനെ മായ്ച്ച് കർത്താവ് ഇല്ലാതെ ആക്കും. ഹീ വിൽ റിമൂവ് ആൻഡ് വൈപ്പ് ഓഫ് യുവർ സിൻസ്. ഇന്ന് ഒരുപക്ഷെ ആ ബേർഡനിൽ ഇന്നും ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിനെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും എന്നെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മുടെ പാപങ്ങളെ മായ്ച്ച് വെച്ചിരിക്കുക. ഹി ഹാസ് ബറീഡ് അവർ സിൻസ് ഇൻ ദ ഡെപ്ത്സ് ഓഫ് ദി ഓഷ്യൻ. ആരാണ്ട് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു നോ ഫിഷിംഗ് സൈനോട് ഇട്ടു. എന്ന് പറഞ്ഞാൽ ഇത് പൊക്കിക്കൊണ്ട് ഇനി ആരും വന്നേക്കരുത്. As far as the east is from the west, that's how far I have moved your transgressions away from you. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയാം, കർത്താവെ, അന്ന് ഞാൻ ചെയ്ത പാപം 2018 നവംബർ മാസം. അപ്പോൾ കർത്താവ് പറയും, എന്തോ നീ പറയുന്നേ? എനിക്ക് ഓർമ്മയില്ലല്ലോ, നീ എന്തോ ഈ പറയുന്നേ? വാട്ട് ആർ യു സേയിങ്? ഐ ഡോണ്ട് റിമെമ്പർ. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്രൻ നിനക്ക് വേണ്ടി സകല പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി മരിച്ചു. ഒരൊറ്റ പാപം പോലും നിനക്കെതിരായി ഞാൻ കണക്കിടുന്നില്ല. പക്ഷെ നാം മാനസാന്തരപ്പെടണം പ്രിയമുള്ളവരെ. വി ഹാവ് ടു റിപ്പൻറ്റ്. രണ്ടാമത്തെ നീഡ്, വൈ ഷുഡ് വി റിപ്പൻറ്റ്? 2, ആശ്വാസകാലങ്ങൾ വരികയും യു വിൽ ഹാവ് ടൈംസ് ഓഫ് റിഫ്രഷിങ്. ഇന്ന് ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. യു നീഡ് ടൈംസ് ഓഫ് റിഫ്രഷിങ്. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് ഒരു മുരടിപ്പിൻ്റെ അനുഭവത്തിൻ്റെ കാരണം മാനസാന്തരത്തിൻ്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. പാപങ്ങൾ കെട്ടിക്കിടന്നിട്ട് നാം അതിൽ നിന്ന് മാനസാന്തരത്തിൽ അനുദപിച്ച് അതിനെ വിട്ടുകളയുന്ന ഒരു അനുഭവത്തിലേക്ക് നാം വരാത്തത് കൊണ്ടാണ് പലപ്പോഴും ആശ്വാസകാലങ്ങൾ വരാത്തത്. കർത്താവിനെ അറിഞ്ഞു, പക്ഷെങ്കിൽ ചില പാപങ്ങളെയൊക്കെ നമ്മൾ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുകയാണ്. ചിലതിനെ ഒന്നും നമ്മൾ മുഴുവനായി വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ടൈംസ് ഓഫ് റിഫ്രഷിങ് ആർ ഡിലേഡ്. ഇന്ന് ചില ആശ്വാസകാലങ്ങളെ അയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആശ്വാസകാലങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ we need to repent. ചിലതൊക്കെ നാം നിർത്തണം. ചില സ്വഭാവങ്ങളൊക്കെ നിർത്തണം. we have to stop. പിന്നെ അവസാനം എന്തുകൊണ്ടാ? why should we repent? judgment can be avoided. നിന്റെ ജനത്തിൽ നിന്ന് ഛേദിക്കപ്പെടാതിരിക്കണമെങ്കിൽ പുത്രനെ ചുംബിക്കണം. we need to repent so that we can avoid judgment. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം. ഇന്ന് പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു ദൂതാണ് മാനസാന്തരം. അത്ഭുതം നടന്നു, ശരിയാണ്, പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഈ അത്ഭുതം നടന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾ ശിഷ്യത്വത്തിലേക്ക് വരണമെങ്കിൽ മാനസാന്തരത്തിൻ്റെ പ്രസംഗം ഉണ്ടായേ തീരൂ. ഇല്ലെങ്കിൽ അവിടെ കുറെ ബഹളവും സന്തോഷവും ആർപ്പുവിളിയൊക്കെ ഉണ്ടാകും. പക്ഷേ ആളുകൾ ശിഷ്യത്വത്തിലേക്ക് വരത്തില്ല. അൺലെസ് there is the preaching of repentance, preaching of God's word. അതാണ് പത്രോസിന്റെ പ്രസംഗ വിഷയം. അവസാനം എന്താ പറയുന്നത്? ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന വാഗ്ദത്തമില്ലേ? അബ്രഹാമിന്റെ വാഗ്ദത്തം. അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്താണ് അനുഗ്രഹം? അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന, അബ്രഹാമിന് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടും. അതല്ല അബ്രഹാമിന്റെ അനുഗ്രഹം. അത് തെറ്റായ പഠിപ്പിലാണ്. എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം? യേശു ക്രിസ്തു അവന്റെ പേരിൽ വരികയും യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുകയും, അതാണ് അനുഗ്രഹം. ദാറ്റ് ഇസ് ദ പ്രോമിസ്.
ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഏബ്രഹാം. അപ്പോൾ ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക്. അതുകൊണ്ട് ദ ബ്ലെസ്സിങ് ഓഫ് ഏബ്രഹാം ഇസ് ഫൗണ്ട് ഇൻ ജീസസ്. ഏബ്രഹാമിനോടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവെന്ന ദാനം, അതാണ് അനുഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ആ യഥാർത്ഥമായ അനുഗ്രഹം വേണോ, നിങ്ങൾ മാനസാന്തരപ്പെടണം. അതാണ് പത്രോസിന്റെ ദൂത്. അതുകൊണ്ട് വലിയൊരു മിറക്കിൾ നടക്കുകയാണ്. ഈ അത്ഭുതം നടന്നതിന് ശേഷം ദിസ് ഈസ് ദ മെസ്സേജ് ഓഫ് റിപ്പൻറ്റൻസ്. 5000 പേരെ ദൈവ സാന്നിധ്യത്തിലേക്ക് നയിച്ച ഈ പ്രസംഗം. വൈ ഡു വി നീഡ് ടു റിപ്പൻറ്റ്? ഒന്ന്, നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഓൺലി എ ചേഞ്ച് ഓഫ് മൈൻഡ്. ഞാൻ സോറി പറഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ മനസ്സ് മാറിയാൽ മാത്രം പോരാ, എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം. ചിലതിനെയൊക്കെ വിട്ട് ഞാൻ മാറണം, ചിലതിൽ നിന്നൊക്കെ ഒരു യൂ ടേൺ എടുക്കണം, ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ നിർത്തലാക്കണം. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഇനി നടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കണം. എന്തിനു വേണ്ടിയാണ്? പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് വേണ്ടി. കർത്താവ് മുഴുവനായി എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയേണ്ടതിനായി. 2, ദ ടൈംസ് ഓഫ് റിഫ്രഷിംഗ് മൈറ്റ് കം. ആശ്വാസകാലങ്ങൾ വരികയും. ഒരുപക്ഷെ പ്രിയമുള്ളവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ വർഷങ്ങളായി, നാളുകളായി ആശ്വാസത്തിൻ്റെ കാലങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങൾ പറയാം, കർത്താവേ ഞങ്ങൾക്കൊരു ആശ്വാസം നൽകണമേ. ഇന്ന് കർത്താവിൻ്റെ ദൂത് എന്താണെന്നറിയോ? മാനസാന്തരപ്പെട്, ടേക്ക് എ യൂ ടേൺ, മെറ്റനോയിയോ, ടേക്ക് എ യൂ ടേൺ. 3, ജഡ്ജ്മെന്റ് ക്യാൻ ബി അവോയ്ഡഡ്. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ ഛേദിക്കപ്പെടാതിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. 4, അവസാനമായി, സോ ദാറ്റ് ദ ബ്ലെസ്സിങ് ക്യാൻ ബി റിയലൈസ്ഡ്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മാനസാന്തരം. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധാത്മാവെന്ന വരം ലഭിക്കാൻ വേണ്ടി, ദൈവത്തിൽ നിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത്, നാം മാനസാന്തരപ്പെടണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്ഭുതം? ഇനി ഏത് അവസ്ഥയിലാണെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് അവസ്ഥയെ മാറ്റാൻ സാധിക്കും. 40 വർഷമായിരിക്കും നാം കാത്തിരുന്നത്. ബട്ട് ഗോഡ് നീഡ്സ് ഓൺലി 1 മിനിറ്റ്. അതാണ് നസ്രായനായ യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. നസ്രയത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? ഏറ്റവും ഹോപ്പ്ലെസ് സ്ഥലത്തിൽ നിന്ന് യേശു കർത്താവിൻ്റെ പേര് കൂട്ടിച്ചേർത്തപ്പോൾ അവിടുന്ന് ഏറ്റവും വലിയ നന്മയുണ്ടാകും. അതുകൊണ്ട് കർത്താവിന് അത്ഭുതം ചെയ്യണമെങ്കിൽ 1 സെക്കൻഡ് മതി. എന്നാൽ അത്ഭുതം ചെയ്യുമ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ ദൂത് എനിക്കും നിങ്ങൾക്കും ദൈവം തരികയാണ്. Are we willing to repent? Are we willing to take the U-turn? Are we willing to change not only our mind but our behavior also? അങ്ങനെയെങ്കിൽ കർത്താവിനോട് ഇന്ന് ചില കാര്യങ്ങളൊക്കെ അനുദപിക്കുകയും, കർത്താവെ ഞാനൊരു യൂ ടേൺ എടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിന് വിധേയപ്പെടുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും അവസരം തരുമ്പോൾ പ്രിയമുള്ളവരെ, മറന്നുകൂടാൻ പാടില്ലാത്തൊരു കാര്യം, ലെറ്റ് us നോട്ട് ഫൊഗെറ്റ് ദ മെസ്സേജ് ഓഫ് റിപ്പൻറ്റൻസ്. മാനസാന്തരത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിതത്തിൽ നാം മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായിട്ട് സ്തോത്രം. ഒരുപക്ഷെ വെള്ളിയും പൊന്നും ഇല്ലാഞ്ഞ ശിഷ്യന്മാരിലൂടെ കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് വെള്ളിയുണ്ട്, ഞങ്ങൾക്ക് പൊന്നുണ്ട്, ഞങ്ങൾക്ക് വസ്തുവകകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവശക്തി നഷ്ടപ്പെടുന്നോ എന്ന് ചിന്തിക്കാനും ശോധന ചെയ്യുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, ആ ശക്തി ഞങ്ങൾക്ക് മടക്കിത്തരണം. ഇന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് വെള്ളിയും പൊന്നുമല്ല, യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള ശക്തിയുടെ ഒരു വലിയ ഡെമോൺസ്ട്രേഷൻ. അതാണ് ലോകത്തിന് കാണേണ്ടത്. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരണം. കർത്താവെ, ചില സ്വഭാവങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഇന്ന് നിർത്തലാക്കാനുള്ള ദൈവശക്തി, ആ തീരുമാനമെടുക്കാനുള്ള കൃപ ഇന്ന് നീ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സകല ലോകവും നേടിയാൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഗുണം, എന്ത് പ്രയോജനം? ആളുകളുടെ മുമ്പിലെ റെപ്യൂട്ടേഷൻ, കർത്താവെ, ആളുകളുടെ മുമ്പിലുള്ള സോഷ്യൽ സ്റ്റേറ്റസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില കോംപ്രമൈസുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അനുദപിക്കുന്നു കർത്താവെ. അത് വിട്ടുതിരിയുവാൻ കൃപ നൽകണം. ആശ്വാസകാലങ്ങൾ ഞങ്ങൾക്ക് നൽകിത്തരണമേ കർത്താവെ. ആശ്വാസകാലങ്ങൾ, ടൈംസ് ഓഫ് റിഫ്രഷിംഗ്. ന്യായവിധി ഒഴിഞ്ഞു മാറാൻ വേണ്ടി, ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് നിങ്ങളിലേക്ക് നോക്കുന്നു. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ.